ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കണ്ണൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന വരവാണ് കേട്ടോ കാണുന്നത്. രാവിലെ തന്നെ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. 2 ദിവസമായിക്കൊണ്ട് ഈ സൂര്യനൊക്കെ എവിടെ പോയേക്കായിരുന്നു അറിയത്തില്ലായിരുന്നേ. എന്നാ ഒരു കാലാവസ്ഥയായിരുന്നു. മഴയാണോ വെയിലാണോ ഒരുമാതിരി വെയിലൊട്ടും ഇല്ലായിരുന്നു. അങ്ങ് ഇരുണ്ട് മൂടി കിടക്കുമായിരുന്നു. ആ കൂടെ ഭയങ്കര തണുപ്പും. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജലദോഷം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ സൂര്യൻ ചേട്ടനൊക്കെ കണ്ടൊരു സന്തോഷത്തിൽ ഞാൻ ഇനി അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ വെച്ച പുൽക്കൂടാണേ. പുൽക്കൂടിൻ്റെ എല്ലാം ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ചുമ്മാ ഇന്നലെ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഇനി ഒരുപാട് പരിപാടി ഇതിനകത്ത് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം സമയം പോലെ ചെയ്യണേ പോലെ ജലദോഷം ആയതുകൊണ്ട് നല്ല തലവേദനയും ഒക്കെയാണ്. മൊത്തത്തിലൊരു വയ്യാഴികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി. ഇത്രയും പടയാളികളെ ഒന്നും കണ്ട് ആരും ടെൻഷൻ അടിക്കണം കേട്ടോ. ഇത്രയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ വെച്ചാൽ ആദ്യത്തെ പുൽക്കൂടിൻ്റെ ഉണ്ടല്ലോ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഇതെല്ലാം വെച്ച് കുറേയൊക്കെ പോയി. അപ്പോൾ അതിനകത്ത് കുറേ പടയാളികളും കാര്യങ്ങളും ഒക്കെ ആട്ടിടയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, ആടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊന്നും കൂടെ മേടിച്ചതിൻ്റെയാണ് ഇതിനകത്തോട്ട് ഈ ചേർത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ പുൽക്കൂടിൻ്റെ ഏകദേശം ഒരു പരിപാടിയൊക്കെ ഒന്ന് ഇത്രയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അതൊരു ശകലം ഞാൻ എടുത്തിട്ടുണ്ട്, അധികം വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പോൾ ഇത് വൈകുന്നേരം ഞങ്ങൾ ഇത് സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പുൽക്കൂട് എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് കിട്ടിയേക്കുന്ന സാധനമാണ് കേട്ടോ. ഇങ്ങനെ മേടിച്ചേക്കുന്നതാണ്. അതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ ട്രീ ആണെങ്കിലും നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് അതിനും വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റാറൊക്കെ ഇന്നലെ ഉണ്ടാക്കിയത് അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ. ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയത് മുഴുവനും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നമ്മുടെ വണ്ടിക്കകത്തുമൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. അപ്പു വന്നപ്പോഴത്തേക്ക് അപ്പുവിനെ കാണിച്ചപ്പോൾ അപ്പു എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് അടിപൊളിയാണെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന 3 സ്റ്റാറും കൂടെ എടുത്ത് ഇങ്ങോട്ട് ഞാൻ തൂക്കിയിട്ടു. അപ്പം പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ എല്ലാം കുറേശ്ശൊക്കെ ചെയ്യാനിരിക്കുന്നുള്ളൂ. ഒരുത്തനകത്ത് ഇരിപ്പുണ്ട്. യാതൊരു സഹായം ഇല്ലാത്ത രീതിയിലാണ് ഇരിപ്പ്. ഒരു ഹെൽപ്പും ഇല്ല. എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വരും കേട്ടോ. അച്ചു പിന്നെ കുറച്ചൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇതുപോലെ പുൽക്കൂട് ഉണ്ടാക്കലും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ ഒക്കെ ആയിട്ടിരുന്ന് എല്ലാം പിന്നെ കസിൻസും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അമ്മയുടെ വീട്ടിലായിരുന്നു മിക്കപ്പോഴും ക്രിസ്മസൊക്കെ. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ആ പുൽക്കൂട് ഉണ്ടാക്കിയതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ഓർമ്മ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ പുൽക്കൂടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അച്ചുവൊക്കെ ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എനിക്ക് പുൽക്കൂട് വെക്കാനായിട്ട് ഇവിടെ വന്നതിന് ശേഷം അച്ഛനാണ് അച്ഛൻ്റെ കയ്യിൽ പുൽക്കൂടിൻ്റെ സെറ്റെല്ലാം മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഞാൻ പുൽക്കൂട് വെക്കാൻ തുടങ്ങി. അപ്പോൾ രാത്രി ലൈറ്റും എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടല്ലോ, അതെല്ലാം ഇച്ചിരി ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. എല്ലാം പാതി വഴി കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചുമ്മാ ഒന്ന് ലൈറ്റും ഒക്കെ ഇട്ടത് വർക്കാവോ ഇല്ലെന്ന് നോക്കിയതാണ്. വേറെയും കുറച്ച് ലൈറ്റൊക്കെ ഇരിപ്പുണ്ട്. അത് പക്ഷേ വർക്കാകുന്നില്ല. വർക്കാകുന്നിടത്ത് ഞാൻ ചുമ്മാ ഒന്ന് ലൈറ്റൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. ഇനി ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. അതിനി സമയം അനുസരിച്ച് കുറേശ്ശെ ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെയാണ് ഇതൊക്കെ. അപ്പം അച്ചു രാവിലെ കുളിക്കാനൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നതിൻ്റെ വരവൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഭയങ്കര ക്ഷീണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരി എണീക്കുന്നതൊക്കെ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ പറഞ്ഞു. കുളിക്കാനായിട്ട് വിട്ട് കണ്ണൻ ഫോണും കൊണ്ടിരുന്ന് അമ്പലത്തിൽ പോയിട്ട് ഒന്ന് ഡ്രസ്സ് പോലും മാറാതെ. പിള്ളേർക്കൊക്കെ പിന്നെ ഫോൺ കിട്ടിയാൽ മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മുടെ രാവിലത്തെ കാപ്പിയൊക്കെ കുറേ ഞാനിങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും കിഴങ്ങറിയൊക്കെയാണ്. അപ്പം എന്നെ വയ്യെന്ന് പറഞ്ഞാലും എന്നെ ഞായറാഴ്ചയെന്ന് പറഞ്ഞാലും നമുക്ക് അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവർ ചിലപ്പോഴൊക്കെ എന്നോട് പറയും കിടന്നു പോയെങ്കിൽ എണീക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എന്നാണെന്നറിയോ നീ, അവിടെ കിടന്ന് എനിക്ക് കിടപ്പുറക്കിയായിരുന്നു നീ. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ അടുക്കളയിൽ എന്നതായിരിക്കും ഇവർ ചെയ്യുന്നത്, ഇവരുടെ മേത്ത് വല്ലതും വീഴുവോ, ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരുപാട് സാധനങ്ങളെടുത്ത് ചിലവാക്കുമോ, ഇങ്ങനെ 100 ടെൻഷനുകളാണ്. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് എത്ര വയ്യാലും ഉണ്ടല്ലോ കിടക്കാൻ തോന്നത്തില്ല. അപ്പം നമ്മൾ ആ കിടക്കുന്നത് എണീറ്റ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ അസുഖങ്ങൾ കുറയത്തുമില്ല. അത് ഇങ്ങനെയും കിടക്കും. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ഭയങ്കര ഇതായി പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഇടയ്ക്ക് മഴയൊക്കെ കുറേ നനയൊക്കെ ചെയ്ത് ആ കൂടെ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഒരു 2 ദിവസം തണുപ്പും പിടിച്ച് അടുപ്പിച്ച് അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ തണുപ്പിൻ്റെയും കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്കും പെട്ടെന്ന് ജലദോഷം വന്നു. അതാണിപ്പോൾ ഒരു വല്ലാഴിക വലിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോയിൽ അങ്ങനെ ആദ്യം വരാതിരുന്നത്. രാവിലെ ഒന്ന് ഒരുങ്ങാൻ പോലും നമുക്ക് വയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുങ്ങാനൊന്നും തോന്നത്തില്ല. നീ എവിടെയെങ്കിലൊക്കെ ഒന്ന് ചടഞ്ഞൂടി ഇരിക്കണമെന്ന് തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ചിലതൊക്കെ ഇടുന്നത് ഇതിനകത്തോട്ട് നല്ല ഇതായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ പപ്പടം കുത്തിയിട്ട് കുത്തുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിനും ഇല്ലേ ഒരു മര്യാദയല്ലേ. ആരാണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പൂരി എടുത്തപ്പോഴത്തേക്കുണ്ടോ ഞാൻ കമ്പിയിട്ട് ഇങ്ങനെ കുത്താമെന്ന് പറഞ്ഞു. സൗണ്ടൊക്കെ വല്ലാതാവുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാൻ സാധാരണ വീഡിയോസൊക്കെ ഇപ്പോൾ കുറേ നാളായി കണ്ട് അന്നേരം തന്നെ വോയിസ് കൊടുത്ത് എടുക്കുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എഡിറ്റിങ്ങിനതാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട്. ഇത് പിന്നെ നമ്മളിരുന്ന് വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തത്. പക്ഷേ ഇന്ന് തീരെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് അല്ലാതെ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചേക്കുന്നത്. അതിനകത്ത് നമ്മൾ ജോലി ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യുമ്പം ജലദോഷങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് പിന്നെ ഓർത്ത് അല്ലാതെ അങ്ങ് വോയിസ് തന്നേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ഒക്കെ ഇനി റെഡിയാക്കാനുണ്ട്. എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ ചെയ്താലേ അത് തൃപ്തിയാകത്തുള്ളൂ, തീരത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആണെങ്കിലും ഇനി കുറേ കാര്യങ്ങളൊക്കെ വെളിയിൽ ചെയ്യാനുണ്ട്. എല്ലാം കുറേശ്ശെ ചെയ്യണം. വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരാക്രാന്തം വന്നേ. 2 ദിവസം മഴയൊക്കെ കഴിഞ്ഞേച്ച് വെയിലൊന്ന് തെളിയുമ്പോഴത്തേക്ക് എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ
നോക്കുന്നതെല്ലാം നമുക്ക് അന്നേരം പണിയും കൂടുകയും ചെയ്യും. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചടഞ്ഞുകൂടി നമ്മൾ ഒരു മൂലയ്ക്കിരിക്കും. മഴയും കൊണ്ട് മാറി വെയിൽ വരണം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പം നമ്മുടെ രാവിലത്തെ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കറി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ കിഴങ്ങ് കറിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോ കാണിക്കുന്നതിൽ ചെറിയതായിട്ട് മസാലയും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ എടുക്കുന്ന ഒരു കറിയാണ്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണാമേ. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ പിന്നെ ബിരിയാണി ആക്കിയേക്കാന്ന് വിചാരിച്ചു. ഇന്ന് കണ്ണമ്മൻ്റെ നാളാണ്. എന്നാൽ ബിരിയാണിക്കുള്ള സവോളയെല്ലാം കണ്ണനെ കൂടെ എന്നെ റെഡിയാക്കി ചേക്കാന്ന് വിചാരിച്ചു. കണ്ണനെ ആകെപ്പാടെ പിണക്കത്തിരിക്കുക. ഞാൻ അച്ചുവിനോടാ സ്നേഹക്കൂടുതൽ, അവനോട് സ്നേഹക്കുറവാണെന്നും പറഞ്ഞു. ആണോടാ? ആര് പറഞ്ഞു? എനിക്ക് രണ്ടുപേരും ഒരുപോലെയുള്ളൂ. നീയും എനിക്ക്, അവളും എനിക്കും ഒരുപോലെയുള്ളൂ. ഒരു തിരിച്ചു വ്യത്യാസമില്ല കേട്ടോ. ഇതുണ്ടോ, സവോള പോലും പൊളിക്കാൻ അറിയാൻ മേല കേട്ടോ ഈ കൊച്ചുങ്ങൾക്കൊക്കെ. കൈമുറിയല്ലേ? നിനക്കറിയാൻ മേലാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഇത് മുഴുവൻ പൊളിക്കണേ. കുഞ്ഞു സവോള താമസം, അതുകൊണ്ട് നിങ്ങൾ പൊളിക്കുമ്പോഴത്തേക്ക് ബാക്കി പരിപാടിയൊക്കെയും ചെയ്യാം പെട്ടെന്ന്. ഇവിടെ വർത്താനം പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നേ സമയം ഒത്തിരിയായി, 12 മണിയായി. ഇനി ചെറുപറാന്ന് ഇനി ഞങ്ങൾ കുക്കിങ്ങാണ്. അതും പൊളിച്ചു കളയണം, അതതിൻ്റെ കരിന്തൊലിയാണ്. തൊലിയാടാ, അത് അരിഞ്ഞ് എടുക്കത്തില്ല, കറി വെക്കാൻ എടുക്കത്തുണ്ടോ? ദൈവമേ, നല്ല തൊലിയും പന്നത്തൊലിയും പോലും അറിയാൻ മേല. സത്യം പറഞ്ഞാൽ തള്ളക്കിട്ടും തന്തക്കിട്ടൊക്കെ കൊടുക്കണം നല്ല കീറ്, പിള്ളേരെയൊക്കെ ഇങ്ങനെ വളർത്തുന്നതിന്. അന്നേരം ആമ്പിള്ളേരാണേലും എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു ദിവസം നിന്റെ ഭാര്യ നിന്നോട് പിണങ്ങി നിനക്ക് തന്നെ വല്ലതും വെച്ച് കഴിക്കണ്ടേ? ഓ കാമദേവാ, കണ്ണാ, എത്ര ലൈനുണ്ടെന്ന് ചോദിച്ചാൽ അവൻ തന്നെ അറിയാൻ വരാം. എന്നിട്ട് അവൻ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത്. മുഴുവനും പൊളിച്ച് വൃത്തിയാക്കി ഞാനത്തേക്ക് അരിയെല്ലാം സെറ്റാക്കട്ടെ. നല്ല തലവേദനയാണ്. ഇതും കൂടെ പൊളിക്കാൻ നിന്നാൽ എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് ജലദോഷം കൂടും. അച്ചു കടയിൽ പോയേക്കുന്നു സാധനം മേടിക്കാനായിട്ട്. അപ്പം അച്ചു വരുന്നിടം വരെ ഉള്ളു മിക്കവാറും ഇത്. അവൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കി അവളിവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഒരു ആണാണ്, അവൾ നല്ലൊരു വൃത്തിക്ക് തൂത്ത് എല്ലാം വൃത്തിയാക്കിയിട്ടേച്ചാ അവള് വരും. നീ തൂക്കുന്ന വൃത്തിയൊക്കെയാണ്, പക്ഷെ ഈ തൊലി എല്ലാം കൂടെ അവിടെ ഇട്ടിനി നീ ചെയ്യുന്നത് അവളോട് പറയണ്ട. പക്ഷെങ്കിൽ വരുമ്പം ഇവിടെ അല്ല ഈ തൊലി എടുക്കുന്നുണ്ട്, അവളില്ലാത്ത ബഹളം ഉണ്ടാക്കും ഇവിടെ കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഞാൻ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. ഇവിടെ ഒത്തിരി അങ്ങോട്ട് ഗ്രേവി പറ്റിക്കത്തില്ല കേട്ടോ, ഇവർക്ക് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അതുകൊണ്ട് ഒരിച്ചിരി ഇതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ചിക്കനും രണ്ടായിട്ട് വേവിക്കാണ് ചെയ്യുന്നത്, ഒന്നിച്ചിട്ടൊന്നും അല്ല കേട്ടോ വേവിക്കുന്നത്. ചിക്കൻ രണ്ടായിട്ട് വേവിച്ച് പിന്നെ നമ്മുടെ ചോറ് അരി വെന്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മസാലയൊന്നും ഞാനകത്ത് ചേർക്കത്തില്ല. നീ എന്നതറിയോ, ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല. പിള്ളേർ ആ ഏലക്കായും എല്ലാം ഇതിപ്പോൾ നമ്മൾ കിറ്റ് മേടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ കിട്ടിയ അത്രയും മസാലയൊക്കെ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇവർക്ക് ഇഷ്ടമല്ല, ഒരുപാട് മസാലയൊക്കെ ഇട്ടാൽ ഇവർ പറയും ഓ തിന്നാൻ പറ്റുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ഇതിനെ കുറച്ചൊക്കെ എടുത്തോളൂ. എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ളത് ഇടും, ഒരുപാട് വലിച്ചരി ഇടത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ചോറ് ഞാൻ അരി വെള്ളത്തിയിട്ട് കുതുക്കാൻ വെച്ചിട്ടാണ് ഞാനിത് വേവിക്കാനായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരുപാട് താമസമില്ലാതെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചോറ് വേകാറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബിരിയാണിയുടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ ചോറൊക്കെ വെന്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടെ വറുത്തെടുത്താണ് നെയ്ക്കകത്ത്. അപ്പോൾ ഞാൻ ഈ സവോള എപ്പോൾ വറക്കാൻ എടുത്താലും ഉണ്ടല്ലോ, സവോള റൗണ്ടിൽ അരിഞ്ഞ് വെക്കുമ്പം തന്നെ ഞാൻ ഇച്ചിരി ഉപ്പ് പുരട്ടി അങ്ങ് വെച്ചേക്കും. എന്നിട്ട് അത് വറക്കാൻ നേരമ്പോഴത്തേക്ക് അതിൻ്റെ നീരങ്ങ് പിഴിഞ്ഞ് കളയും. അപ്പം നമുക്ക് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. ചോറിനകത്ത് ഞാൻ ശകലം ബിരിയാണിയുടെ മസാല ചേർത്തിട്ടുണ്ട്. ഇവർക്ക് ഈ ഒത്തിരി ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് വെളുത്തിരിക്കുന്ന ഇഷ്ടമാണ്. ബിരിയാണി ഇങ്ങനെ ചോറ് വെളുത്തിരിക്കുന്നവർക്ക് ഇഷ്ടമല്ല. നമ്മുടെ സവോളയൊക്കെ ഗോൾഡൻ കളറാണ്, കരിഞ്ഞിട്ടില്ല, ഗോൾഡൻ കളറാണ്. അത് നല്ല പോലെ അതിങ്ങ് വറുത്ത് കോരി ഇനി നമ്മൾ കുറേശ്ശെ ഇതിനകത്തിട്ട് ഇനി ചോറിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീയ മൂഫ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. നെയ്യ് ആയതുകൊണ്ടേ ചോറ് വേവിച്ച് ഞാൻ കോരുവാണ് ചെയ്യുന്നത്, അല്ലാതെ ചോറ് ഇട്ട് വെള്ളം പറ്റിച്ചെടുക്കുമല്ല. പിന്നെ നമ്മുടെ ഇതിനകത്തിനുള്ള മല്ലിയില, ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല മല്ലിയിലയുടെ മണമാണ്.
പിന്നെ പുതിനയില നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അതും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ പാത്രത്തിലോട്ട് നെയ്യ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് സൗണ്ട് കേൾക്കും. ഞാൻ പറഞ്ഞില്ലേ, തീ ഞാൻ ഓഫ് ചെയ്തേക്കുവാണേ. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ചോറ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഇത് നമ്മുടെ കിറ്റ് മേടിക്കുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാൻ എളുപ്പം കേട്ടോ. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വല്ലതൊക്കെ അതിനകത്തൊക്കെ ചേർക്കാനുള്ള എടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർന്ന് ഒന്നിച്ചരിഞ്ഞ് വെച്ചേക്കുന്നതാണേ. അത് രണ്ടും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കും. പിന്നെ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തേച്ച് അതിനകത്തോട്ട് നമ്മുടെ ഒരു എസൻസ് ഉണ്ട് ഇതിനകത്ത് കിട്ടുന്നത്. അത് ഈ കിറ്റ് മേടിക്കുന്നവർക്കൊക്കെ അറിയാം, പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. അതും കൂടെ വരുമ്പോഴുള്ള ആ ഒരു നല്ല ബിരിയാണിയുടെ മണം സെറ്റാകണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കുപ്പിക്കകത്തുണ്ട്. ഞാനിത് ഇങ്ങനെ അല്ലാതെ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ എസൻസ് മേടിക്കും കേട്ടോ, പൈനാപ്പിളിൻ്റെ എസൻസ് മേടിക്കും. അതൊരിച്ചിരി ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്തേച്ചുണ്ടല്ലോ, ആ ഒരു മണം പ്രത്യേക മണമാണ്. അപ്പം ഇതിനകത്ത് അടി ഇത്രയും നെയ്യ് കിടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മേളിലോട്ട് എടുക്കുന്നതിനകത്തോട്ട് ഞാൻ നെയ്യ് ചേർക്കുന്ന ഈ ഒരു ലെയർ നെയ്യ് ചേർക്കുന്നില്ലേ. ഇതിനകത്തോട്ട് ഒരു ശകലം ഫുഡ് കളറ് മഞ്ഞ, ഞാൻ ഇച്ചിരി കണ്ട ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കളർ പോലെ എടുക്കുന്നത്, ശകലം ചേർക്കത്തുള്ളൂ കേട്ടോ, ഒത്തിരി ചേർക്കത്തില്ല. അങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് ഇനി അടുത്ത ലെയർ ഇട്ട് കൊടുത്ത് എടുക്കട്ടെ ഇങ്ങനെയല്ല. അങ്ങനെ ചോറ് മുഴുവനും സെറ്റാക്കി കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇതിന് പുറത്തേക്ക് ആദ്യമേ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയ പാക്കറ്റ് നെയ്യാണേ, 2 കവർ നെയ്യ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി എസൻസും കൂടെ ഒഴിച്ചേച്ച് വേണം. എസൻസ് മുഴുവനും ഒഴിച്ച്, ചെറിയ കുപ്പിയാണ്, വലിയ കുപ്പിയൊന്നുമല്ല എസൻസ്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ഇച്ചിരി ഇങ്ങനെ കളർ ചെയ്യാനൊന്ന് കൊടുത്തിടുവേ. അത് ചോറ് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് നേരം. ബാക്കി മല്ലിയിലയും എല്ലാം ഇട്ട് നമ്മുടെ ബിരിയാണി സെറ്റായി. ഇനി ഇതിവിടെ അടച്ച് ചെറിയൊരു തീയിലൊന്ന് വെച്ചേക്കുവേ. ചെറിയ തീയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി വരാനായിട്ട് വെച്ചേച്ച് അതങ്ങ് മൂടി വെച്ചേക്കും. പിന്നെ എടുക്കാൻ തരാണ് ഇവർക്ക് ഇതിനകത്തിട്ട് ചിക്കൻ ഇട്ട് കുഴക്കുന്ന ഇഷ്ടമല്ല. അല്ലാതെ വിളമ്പി കൊടുക്കുമ്പം ചോറ് വിളമ്പി വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ചിക്കൻ വെച്ച് പിന്നെ അതിന് ഇച്ചിരി കൂടെ ചോറ് വെച്ച് കവർ ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഇഷ്ടമാണ്, അല്ലെ ഇത് മൊത്തത്തിൽ ഇട്ട് ഇളക്കുന്ന ഇഷ്ടമല്ല. ചിക്കൻ കറി ഒരു ശകലം കൂടെ പറ്റാനിട്ട് അതുകൊണ്ട് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാകും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നു വെച്ചാൽ ചോറ് വെച്ചാൽ ഒരുപാട് കറിയൊക്കെ വെക്കണമെന്നേ, ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് പരിപാടിയെല്ലാം തീർന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് കേട്ടോ. ബിരിയാണി പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കണ്ട കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.